ഒരു അമ്മ എന്നുള്ള നിലയിൽ സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത്? അതുപോലെ തന്നെ ഒരു അമ്മയായതിൻ്റെ അനുഭവം ചേച്ചിക്ക് എന്താണ് ഒരു അമ്മ എന്ന നിലയ്ക്ക് പറയാനുള്ളത്? നമ്മളൊരു അമ്മയാകുമ്പോഴാണ് അമ്മേൻ്റെ വില നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. പിന്നെ ചെറുതിലൊക്കെ അമ്മ എന്തെങ്കിലും നമ്മളോട് പഠിക്കാനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മയുടെ വില നമുക്കറിയില്ല. ദേഷ്യമാവും അമ്മേനോട് എപ്പോഴും നമുക്ക് തോന്നുക. അപ്പോൾ അച്ഛനോടാവും കൂടുതൽ അടുപ്പവും സ്നേഹമൊക്കെ തോന്നുക. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ അച്ഛനോടായിരുന്നു ഇഷ്ടം. പക്ഷേ നമ്മളൊരു അമ്മയായപ്പോൾ അമ്മേൻ്റെ കെയറിങ്ങോ നമ്മൾ ഡെലിവറി ടൈമിലൊക്കെ അമ്മേൻ്റെ കെയറിങ് അത്യാവശ്യമാണ്. അപ്പോഴാണ് അമ്മയുടെ വില മനസ്സിലായത്. ഇപ്പോൾ അമ്മ ഭയങ്കര ഇഷ്ടം. ആസ് എ വർക്കിംഗ് മോം നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. മക്കളെ നോക്കാനോ അല്ലെങ്കിൽ കെയർ ചെയ്യാനോ അങ്ങനെയുള്ളതിനൊന്നും സമയം ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ നമ്മൾ ഈ സ്നേഹത്തോടൊപ്പം തന്നെ നമ്മളുടെ ലക്ഷ്യബോധവും നമ്മളുടെ മക്കളിലും കൂടെ കാണിച്ചു കൊടുത്ത് അവർക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരുടെ കൂടെ തന്നെ നമ്മളുടെ വർക്കും അതുപോലെ തന്നെ അവരുടെ കെയറിങ്ങും കൂടെ കൊണ്ട് നടക്കുകയാണെങ്കിൽ രണ്ടും ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. സ്പെഷ്യൽ മോം എന്ന രീതിയിൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടുക എന്നുള്ളത് വരുമ്പോൾ വളരെ സന്തോഷമാണ്. ഇന്ന് ഞാൻ നേടിയിട്ടുള്ളതിൽ ഏറ്റവും നമുക്ക് വില കൊടുത്താൽ കിട്ടാത്തൊരു ഇതാണ് അമ്മ എന്ന സ്ഥാനം. അതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. എൻ്റെ ഉമ്മക്ക് 4 പെൺകുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരെ നോക്കാനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലായിരുന്നു എന്താ സംഭവം എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇവരെ 3 പേര് വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഉമ്മാൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഉമ്മേനെ ശേഷം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര നല്ലൊരു വേറെ തന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞാൽ ഫസ്റ്റ് ബേബിനെ കാണുമ്പോൾ വേറെ തന്നെ ഒരു മനസ്സിനൊക്കെ ഭയങ്കര ഒരു സന്തോഷം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മോള് വലുതാവുമ്പോൾ അങ്ങനെ ആ വളർച്ച ഭയങ്കര ആ ചെറുപ്പമൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ എന്താ പറയുക പകരം വയ്ക്കാനില്ലാത്ത ഒരു ഇതാണ് അമ്മ എന്ന് ഒരു സ്ഥാനമല്ലേ. അപ്പം നമ്മൾ കുട്ടിക്കാലം തൊട്ടിട്ട് വളർത്തി വലുതാക്കി നമുക്കൊരു എന്താ പറയുക ആദ്യം കണ്ടത് അമ്മേനെ, ആദ്യം കേട്ടത് അമ്മേനെ, അങ്ങനെ ഒരു ഇതല്ലേ അമ്മ എന്ന് പറയുമ്പോൾ. ഇപ്പോഴും അമ്മ ഞാൻ ഇത്രയും വലുതായിട്ടും നമ്മളെ അമ്മ സ്നേഹം എന്താ വെച്ചാൽ ഒരു ഭയങ്കര കെയറിങ്ങാണ്. അപ്പോൾ സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കുക. എന്തായാലും നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അമ്മ എന്ന് പറയുന്നത് കുട്ടികളെ നന്നായിട്ട് സ്നേഹിക്കുക. പിന്നെ നമുക്ക് കുട്ടികളെ സ്നേഹിച്ചാൽ അതേപോലെ തിരിച്ച് സ്നേഹം കിട്ടുമെന്ന് ഉറപ്പാണ്. അമ്മയ്ക്ക് എന്തായാലും ആ രീതിയിൽ തന്നെ എല്ലാ അമ്മമാരും കുട്ടികളെ സ്നേഹിക്കുക. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ 5 മക്കളുണ്ടായിരുന്നു അമ്മയ്ക്ക്. അമ്മ ആ മക്കളെല്ലാവരും ഒരുപോലെ തന്നെ സ്നേഹിച്ചത്. പിന്നെ എനിക്ക് 20 വർഷം കഴിഞ്ഞിട്ടാണ് മോനുണ്ടായത്. അത് ആദ്യം മുതലേ എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു. ഒരു അമ്മ ആവാൻ കഴിയാതെ മറ്റുള്ളവർ മുന്നിലിങ്ങനെ നടക്കുമ്പോൾ ഓരോരുത്തരുടെ ചോദ്യങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഒരമ്മ എന്നുള്ള നിലയിൽ നമ്മൾ കുട്ടികളെ നല്ല കെയർ ചെയ്യുക. പിന്നെയെന്ന് വെച്ചാൽ കുട്ടികൾ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടാതിരിക്കുക. ഒരു ജോലി ഒക്കെ എൻ്റെ മോളോടൊക്കെ എൻ്റെ മോൾ അതിന് തയ്യാറായിട്ട് എന്നോട് എപ്പോഴും പറയും ജോലിയായിട്ട് മതിയമ്മ. ഞങ്ങളതിനനുസരിച്ചിട്ട് അവളെ താല്പര്യം എന്താ അതിനനുസരിച്ചിട്ടേ നിൽക്കണുള്ളൂ. അതാണ് പറയാനുള്ളത്. അവർ പ്രത്യേകിച്ച് നമ്മളെന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും നമ്മൾ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോലെ നമ്മളെ മക്കളാവരുത് എന്നുള്ള ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ കൂടെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ മോൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് അതായത് ഷെയർ ചെയ്യാൻ പറ്റുമോ? അമ്മയുടെ കൂടെയുള്ള എക്സ്പീരിയൻസും മോൻ്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസും എനിക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഉണ്ട്. ഓരോ നിമിഷവും അമ്മേൻ്റെ കൂടെ ഉള്ളത് സാധാരണ ഒരു കുട്ടിയെ കെയർ ചെയ്യുന്ന പോലെയല്ല എൻ്റെ അമ്മ എന്നെ കെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ പോവാനുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യവും ഫിസിക്കലി ഞാൻ 50% ചലഞ്ചഡാണ്. അപ്പോൾ ആ അമ്മ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാവുന്നു. ഞാനൊരു നോർമൽ സ്റ്റേജ് പോലെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതിലും അപ്പോൾ എനിക്ക് എന്താ പറയുക വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ അമ്മയോടുള്ള കടപ്പാടാണ്. ദൈവത്തിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. അനുഭവങ്ങളാണ്. അവർ ചെറുതായിരുന്ന കാലത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ വലിപ്പം വെച്ച് അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പഠിച്ച് അവർ ഓരോ ഇതിലേക്ക് എത്തുമ്പോൾ നല്ല സന്തോഷമുണ്ട് മനസ്സിൽ. പഠിച്ച് പാസ്സായി വരുമ്പോഴും ഓരോ ജോലി എന്തെങ്കിലും ശരിയായാലൊക്കെ കൂടുതൽ സന്തോഷം. സന്തോഷമായിരുന്നു. ഇതിനേക്കാളും നല്ലൊരു ജീവിതമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് പേടിയുണ്ട് മക്കളെ വളർത്തുമ്പോൾ. എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കാര്യങ്ങൾ എൻ്റെ ഉമ്മ ഞങ്ങളെ നോക്കിയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മയിലൂടെ എന്നിലൂടെ ഞാൻ ഒരു ഉമ്മയായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്.
എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ ഉപ്പ മരിച്ചു പോയിരുന്നു. അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ സ്ഥാനവും ഉമ്മാൻ്റെ സ്ഥാനമൊക്കെ എൻ്റെ ഉമ്മ തന്നെയായിരുന്നു. എന്താ പറയുക, എൻ്റെ ഒരു വേൾഡ് എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ തന്നെയായിരുന്നു. ഉമ്മ കഴിഞ്ഞിട്ട് എനിക്ക് എന്തും ഉള്ളായിരുന്നു. എല്ലാ കാര്യങ്ങളും ഉമ്മയായിരുന്നു എനിക്ക് പറഞ്ഞു തരലും ചെയ്തു തരലും ഒക്കെ ഉമ്മ തന്നെയായിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഉമ്മാനെ വിട്ട് പിരിഞ്ഞതിൻ്റെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ മോളായപ്പം എനിക്ക് ഉമ്മാൻ്റെ ഓരോ ഫീലിങ്സ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവളിലൂടെ എനിക്ക് ഓരോന്ന് മനസ്സിലാവുന്നു. സത്യം പറഞ്ഞാൽ നമ്മളെ ഉമ്മാൻ്റെ വില അറിയണത് നമുക്കും കൂടെ ഒരു മക്കളുണ്ടാകുമ്പോഴാണ് നമ്മളമ്മ എത്രത്തോളം അന്നത്തെ കാലത്ത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ ഈ നിലയിലെത്തിയത് എന്നുള്ളത്. പക്ഷെ നമ്മൾ മക്കളാവുമ്പോൾ നമുക്കൊന്നും കൂടി അമ്മമാരെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾക്കൊന്നും കൂടി അമ്മമാരെ സ്നേഹിക്കാനും ഒന്നുകൂടി അന്നൊന്നും നമുക്ക് അറിയില്ല ഉമ്മ എത്രത്തോളം കഷ്ടപ്പെടുന്നത്. നമ്മളെ മക്കളെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി വരാൻ പോകുന്ന അമ്മമാരോട്, അതായത് നമ്മളെ സമൂഹത്തിൽ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് വരാൻ പോകുന്ന അമ്മമാരോട് എന്താ പറയാനുള്ളത്? അമ്മയാവാൻ നമ്മൾ കുറച്ച് പക്വതയായിട്ട് അമ്മയാവുക. എന്നുവെച്ചാൽ ഞാൻ ചെറുതിൽ അമ്മയായതാണ്. ഒരു 18 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഒരു ഏജ്ഡായിട്ട് വേണം. നമ്മൾക്ക് അമ്മയാവാൻ ഏജായി, നമ്മൾ അതിനുള്ള പ്രാപ്തരായി എന്ന് തോന്നിയാൽ മാത്രമേ അമ്മയാവാം. അതെന്ന് വെച്ചാൽ ഒന്നും അറിയാതെ അമ്മയാവാതിരിക്കുന്നത് നല്ലത്. പിന്നെ വരണ കുട്ടികൾക്ക് കെയറിങ് കൊടുക്കുക, അവരെ സ്നേഹിക്കുക, അവരുടെ മക്കളെ നല്ലപോലെ വളർത്തുക. എന്നുവെച്ചാൽ ഈ സമൂഹം ഇപ്പോൾ ഭയങ്കര ഇതിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ നല്ലപോലെ നോക്കി വളർത്തുക എന്നുള്ളത് ഒരു ഇതുണ്ട്. പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു കല്യാണം അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവാണ്ട് നന്നായിട്ട് അത്യാവശ്യം പഠിച്ച് ഒരു നിലയിലൊക്കെ എത്തിയതിന് ശേഷം കല്യാണം, പിന്നെ ഉമ്മയാവുക, അങ്ങനത്തെ ഒരു ഇതിലാണ്. അമ്മ ആയിട്ടുള്ള തന്നെയാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടല്ലേ നമ്മൾ മേടിക്കുക. അപ്പോൾ തിരിച്ചും മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം നമ്മൾ കൊടുക്കുക, അവരെ പരിഗണിക്കുക. അപ്പം എന്തായാലും നമ്മൾക്ക് തിരിച്ച് കൊടുക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പാണ്. ഇപ്പോഴത്തെ സമൂഹം ഭയങ്കര അപകടത്തിലേക്കാണ് പോകുന്നത്. അപ്പം മക്കൾക്ക് കഴിയുന്നതും പിടിച്ച് കെട്ടാതിരിക്കുക. നമ്മൾ വീട്ടിനുള്ളിൽ അവർ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉമ്മമാരും മക്കളും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരു ഇതിൽ പോകാമെന്നുള്ളതാണ്. പിന്നെ കൂടുതൽ സ്നേഹം കൊടുക്കുക. അപ്പോൾ പിന്നെ വേറെ സ്നേഹം തേടി അവർ പോവില്ല. അങ്ങനെയുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.